നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് ഫൗസി? നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് കോളേജിലാണ്. അതായത് കോളേജിന്റെ ആർക്കിടെക്ചർ കൊണ്ടാണെങ്കിലും ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സ് കൊണ്ടാണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് കൊണ്ടാണെങ്കിലും ഇവിടുത്തെ ഫാക്കൽറ്റീസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോളേജ്. അതായത് ഒരു കോളേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എൻറ്റയർലി മാറ്റിക്കൊണ്ടുള്ള ഒരു കോളേജിലാണ് വന്നിരിക്കുന്നത്. അതായത് ഫുള്ളി ടോട്ടലി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു കോളേജിന്റെ ഒരു രീതിയല്ല ഈ ഒരു ക്യാമ്പസിലുള്ളത്. അപ്പൊ നമുക്ക് ക്യാമ്പസിലേക്ക് പോകാം. ക്യാമ്പസിന്റെ പേരെന്താണ്? മൈറ കോളേജ് ഓഫ് ബിസിനസ്. അതായത് മൈസൂർ റോയൽ കോളേജ് എന്ന് പറയുന്ന ക്യാമ്പസിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് നേരെ കയറി വരുന്നത് നമ്മളുടെ ഈ ഒരു ക്യാമ്പസിന്റെ എൻട്രൻസിലേക്കാണ്. അതുപോലെ ഇവിടെ കിട്ടിയ കുട്ടികളുടെ സ്കോളർഷിപ്സും കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന കോഴ്സ് പോലെ തന്നെ ഈ ഒരു കോളേജിന്റെ ആർക്കിടെക്ചറും ഭയങ്കര ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പസിന്റെ ആർക്കിടെക്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് പല കോളേജിനും ആർക്കിടെക്ട് സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ക്യാമ്പസിന്റെ ബിൽഡിംഗ് സ്ട്രക്ചർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു കോളേജിന്റെ ആർക്കിടെക്ചറൽ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു കോളേജിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെയാണ് ഇവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും. അതായത് ഞങ്ങൾ ഇപ്പോൾ ഈ നിൽക്കുന്ന പോയിന്റിലാണ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. സോ ഈ കാണുന്ന ഏരിയയിലായിട്ടായിരിക്കും ഇവരുടെ ഗസ്റ്റും കാര്യങ്ങളും അതുപോലെ ഓഡിയൻസും. ഓപ്പൺ എയർ സ്റ്റേജ് എന്ന് തന്നെ പറയാം. ഓപ്പൺ എയർ സ്റ്റേജ് എന്ന് തന്നെ പറയാം. അതപ്പോൾ ആ ഒരു ഓളം നമുക്ക് ഊഹിക്കാം ഇവിടെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എൻ്റയർ ക്യാമ്പസ് അല്ലെങ്കിൽ എൻ്റയർ കോളേജിന്റെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു അറ്റ്മോസ്ഫിയറും നല്ല വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല കാറ്റും അല്ലേ, നല്ല വെയിലടിക്കുന്ന ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നത് നല്ല കാറ്റ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ക്ലാസ് റൂം ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതായത് സമ്മർ ടൈമിൽ ചൂടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഒരു ക്ലാസ് റൂം ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ക്ലാസ് റൂം ഉണ്ട്. അത് കാണിച്ചു തരാം. ഇപ്പൊ ഒരു വാട്ടർ ഫില്ല് ചെയ്തിട്ടില്ല. അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ അത് അവിടേക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ ഫ്ലോട്ടിംഗ് ക്ലാസ് റൂമിന്റെ ഇന്റീരിയർ ഭാഗം. ഇതാണ് ആ ഫുൾ ക്ലാസ് റൂം. ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് സമ്മർ ടൈമിൽ വെള്ളം ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് നമ്മളിങ്ങനെ എയർ കണ്ടീഷൻ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തെ പറ്റി പറയാം. ഇവിടെയാണ് മോസ്റ്റ്ലി ഇവരുടെ വർക്ക്ഷോപ്സും കാര്യങ്ങളും. ഇവിടെ ടേബിൾ കിടക്കുന്നത് തന്നെ എന്ന് വെച്ചാൽ ഒരു 4 to 5 സ്റ്റുഡൻസിന് ഒരുമിച്ചിരുന്ന് വർക്ക്ഷോപ്സും കാര്യങ്ങളും പ്രൊജക്ട് വർക്ക്സും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് റൂമിൽ ടേബിളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുറമേ കാണുന്ന ആ ഒരു ആർക്കിടെക്ചർ പോലെ ഇങ്ങനൊരു സ്ലോപ്പിംഗ് സ്റ്റൈലിലാണ് ഇതിൻ്റെ റൂഫ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സ്മാർട്ട് ബോർഡ് ഇവിടെ ഉണ്ട്. പ്രൊജക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഒരു പഞ്ചിങ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് വോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ്. നമുക്ക് ഇവിടെ നോർമലി ഉള്ള ഭിത്തികളെക്കാട്ടിലും സൈഡ് വോളിനെക്കാട്ടിലും ഇവിടെ ഫുള്ളി എന്താ പറയുക ഗ്ലാസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നമുക്ക് ഫുൾ ടൈം റൂമിനകത്ത് ലൈറ്റ് ഉള്ള പോലെ ഉണ്ടായിരിക്കും. പിന്നെ ക്ലാസ്സിൽ എല്ലാവിധമായിട്ടുള്ള അമ്യൂണിറ്റീസും ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ക്ലാസ് റൂംസ് ആണ്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, നമുക്ക് UG പ്രോഗ്രാം പോലെയല്ല, PG പ്രോഗ്രാമിൽ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒരു എന്താ പറയുക ഒരു വർക്ക് സ്പേസിൽ ഇരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതെ, കോളേജിൽ ഇതൊരു തിയേറ്റർ അല്ല, പക്ഷേ തിയേറ്റർ പോലെ നിങ്ങൾക്ക് തോന്നിക്കുന്ന ഇവരുടെ സെമിനാർ ഹാൾ, ഇൻഡോർ ഓഡിറ്റോറിയമാണ്. ഇതൊരു 200 സീറ്റഡ് ആയിട്ടുള്ള ഇൻഡോർ ഓഡിറ്റോറിയം ആണ്. ഇതൊരു പ്രീമിയം ലുക്ക്, നമുക്ക് ജസ്റ്റ് ലൈക്ക് എ തിയേറ്റർ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇതൊരു 200 സീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മോസ്റ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ചില ടൈപ്പുള്ള പ്രോഗ്രാമുകളുണ്ടല്ലോ, ചില ലെക്ചേഴ്സുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡോർ ഓഡിറ്റോറിയമാണ് ഇത്. ഇത് നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട്. നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഞാനിപ്പോൾ ഇരിക്കുന്നത് മൈറ കോളേജിന്റെ ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അതായത് ക്ലാസ് റൂം നിങ്ങൾ കണ്ടില്ലേ, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ്. എല്ലാ ഫെസിലിറ്റീസും, സീറ്റിംഗ് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ബോർഡ് മീറ്റിങ്ങിന് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഫെസിലിറ്റിയിലാണ് ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നത്. കാര്യം കുട്ടികളെ കറക്റ്റ് ഒരു വിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ സ്റ്റുഡൻറ്റും നമ്മൾ സാധാരണ ഒരു ക്ലാസ് റൂം പോകുമ്പോൾ എങ്ങനെയാണ് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് കാണും, ഫ്രണ്ട് ബെഞ്ചേഴ്സ് കാണും. ഇവിടെ അങ്ങനെയല്ല, നോ ബാക്ക് ബെഞ്ചേഴ്സ്. അതായത് ഓരോ സ്റ്റുഡൻസ് ഇരിക്കുന്ന സീറ്റിന്റെ ഫ്രണ്ടിൽ അവരുടെ ഒരു നെയിം ബോർഡ് കാണും. അത് തന്നെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നെയിം ബോർഡ്സ് കാണുന്നത് ഇവിടെ ഒരു മാനേജർ ക്യാബിൻ അങ്ങനെയൊക്കെയുള്ള നെയിം. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും സെപ്പറേറ്റ് ഒരു നെയിം ബോർഡ് തന്നെ വെച്ചിട്ട് ആ നെയിം ബോർഡിനകത്തായിരിക്കണം, ആ നെയിം ബോർഡുള്ള സീറ്റിലായിരിക്കണം ആ സ്റ്റുഡൻറ്റ് ഇരിക്കുന്നത്. ഫുള്ളി ക്ലാസ് മിക്സ്ഡ് ആയിട്ടായിരിക്കും ക്ലാസ് അവർ അറേഞ്ച് ചെയ്യുന്നത്. കാര്യം ഇത് തന്നെ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകും. കാര്യം ആ ഒരു ഫീല് കുട്ടികൾക്ക് കിട്ടും. കോളേജിലെ ലേഡീസ് ലോഞ്ച് ആണ്. ദിസ് ഇസ് ഓൺലി മെൻ ഫോർ ലേഡീസ്. അതായത് പെൺകുട്ടികൾക്കായിട്ട്, അതായത് ഇവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനായിക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴികയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്കൊരു റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ നമുക്കൊന്ന് വന്നിരിക്കാനും അതുപോലെ നമുക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ആൺകുട്ടികൾക്ക് പ്രവേശനമില്ല. ഓൺലി ഫോർ ലേഡീസ് നമുക്ക് ഇരിക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിലും ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗുഡ് ഇന്നോവേറ്റീവ് തോട്ടാണ്. അതായത് നമ്മൾ റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കണ്ടിട്ടുണ്ട്, അത് കോമൺ ആയിരിക്കും, ബോയ്സിനും ഗേൾസിനും കോമൺ ആയിരിക്കും. പക്ഷേ ഇത് ഗേൾസിനായിട്ട് മാത്രം അവർക്ക് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെയുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോക്ടർ കോളിലാണ്. എന്തെങ്കിലും രീതിയിലുള്ള എമർജൻസീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ കണ്ടത് ഈ കോളേജിലെ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലാബാണ്. അതായത് ഇന്ത്യയിൽ ഇങ്ങനൊരു ലാബ് ഈ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ. ഇയർലി 60,000+ സ്റ്റുഡൻസ് ആണ് ഈ ഒരു ലാബ് വിസിറ്റ് ചെയ്യാനായിട്ട് പല കോളേജസിൽ നിന്ന് ഇവിടെ വരുന്നത്. കാര്യം ലാബിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് മെയിൻ ആയിട്ട് കാണിച്ചേക്കുന്നത് പറഞ്ഞാൽ ഒരു സിറ്റിയാണ്, അതായത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തോണ്ട്. അതായത് ഇവിടെ എയർപോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽസ്, ഒരു സിറ്റിയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ള് അവർ ഒരു മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിറ്റിയിൽ എന്ത് സൈബർ സെക്യൂരിറ്റി ത്രെട്ട് നടന്നാലും ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് കുട്ടികളെ കാണിക്കുക. ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. ഇപ്പം നിലവിൽ ഇവിടെ ഓപ്പറേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ വന്ന സാറ്റർഡേ ആയിപ്പോയി, ഓപ്പറേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കാണിക്കാൻ പറ്റാത്തത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. പക്ഷേ ഇതൊരു സെറ്റപ്പ് ലാബ് എന്ന് തന്നെ പറയാം. കാര്യം കുട്ടികളെ എന്താ പറയുക, ഒരു സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വരുന്ന ആൾക്കാരെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാബ് ഫെസിലിറ്റി ആണിത്. മാനേജ്മെന്റ് കോഴ്സിനോടൊപ്പം തന്നെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി സബ്ജക്റ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബാങ്കിങ് സെക്ടർ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ സെക്ടർ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, അവിടെ എല്ലാം ഇപ്പം ഈ വന്ന കാലത്ത് സൈബർ ത്രെട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അതുകൊണ്ട് അവർ മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ലാബും കാര്യങ്ങളും കുട്ടികൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഇങ്ങനൊരു ലാബ് ഇവിടെ മാത്രമേ ഉള്ളൂ. മേളത്തെ ഫ്ലോറിലാണ് ഇവിടെ ലൈബ്രറി വരുന്നത്. സത്യം ലൈബ്രറിയിലേക്ക് കയറിപ്പോ വഴിയുണ്ടല്ലേ, ഫുള്ളി വുഡൻ ആണ്. അതെ, നമ്മളിപ്പോ നിൽക്കുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി. ഏകദേശം 20,000+ ബുക്സ് അവൈലബിൾ ആണ്. കൂടാണ്ട് ഇന്റർനാഷണൽ ജേർണൽസുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി അവൈലബിൾ ആണ്. ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ വാട്ട് എ വണ്ടർഫുൾ വാ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന ലൈബ്രറി. കാര്യം വെച്ചാൽ ഇവിടെ റീഡിംഗ് ഏരിയ ആണ് അടിപൊളി. കാര്യം ഇവിടെ നിന്ന് ബുക്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് നമുക്കൊരു അതെ ഫുള്ള് സീ ത്രൂ ആണ്, ഗ്ലാസ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മലകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല നമുക്കൊരു കോസി സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലോ ഇരിക്കുന്ന ഫീൽ അല്ലാണ്ട് നമ്മളൊരു കോസി ഫീൽ തരുന്ന രീതിയിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് കുറച്ചും കൂടി മൈൻഡ് ഫ്രീ ആയിട്ടൊക്കെ വന്നിരുന്ന് റെഫർ ചെയ്യാം, വായിക്കാം, അല്ലേ? അതെ, തിങ്കിങ് തന്നെ എൻറ്റയർലി മാറും. ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യാനുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബേസ് നമ്മൾ പഠിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ പഠിക്കുന്നതും തന്നെ നമുക്കൊരു വെറൈറ്റി ആവാം. നിങ്ങൾ കുറച്ചുകൂടി ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യാനുള്ള രീതിയിൽ തരുമ്പോൾ നമുക്കും തിങ്ക് ചെയ്യാൻ തോന്നും. അപ്പൊ ലൈബ്രറി ഫുൾ ആയിട്ട് ഒരു 360 നിങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ മൈസൂർ റോയൽ അക്കാഡമി ഫുള്ളായിട്ട് കണ്ടു, ക്ലാസ് റൂംസ് കണ്ടു, ഇവരുടെ സൈബർ സെക്യൂരിറ്റിയുടെ ലാബ് കണ്ടു, ഫാക്കൽറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സ്റ്റുഡൻസ് സംസാരിച്ചു.
അങ്ങനെ ഒരുപാട് പേരുമായിട്ട് നമ്മൾ കാര്യം ഇവിടെ പഠിക്കുന്നവരിൽ സെക്കൻഡ് ഇയർ ആവുന്ന തന്നെ ഓരോ കമ്പനീസിന്റെ എംപ്ലോയീസ് ആവുകയാണ്. അതെ അതെ കാര്യം 100% പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. ഇവരുടെ ഒരു എയിമേ എൻറ്റയർലി ഡിഫറെന്റ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ അഡ്മിഷൻ കിട്ടാൻ നല്ല പാടാണ്. അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് തന്നെ. കാര്യം ഇവർ നല്ല ഇന്റർവ്യൂവും പേഴ്സണൽ ഇന്റർവ്യൂവിനൊക്കെ ശേഷം മാത്രമേ ഇവിടെ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. സാധാരണ സത്യം പറഞ്ഞ കുട്ടികൾക്ക് MBA പഠിക്കാൻ വേണ്ടി 2 years പോയി കളയുന്ന ആ ഒരു ടൈമും ആ സെയിം എമൗണ്ട് ആവുള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. ടോട്ടൽ 10 lakh സംതിങ് ആണ് ഇവിടെ ഫീസ് ആവുന്നത്. ഇവിടെ പഠിച്ചൊരു കുട്ടി കുറച്ചൊന്ന് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു 2 year പോയതേ അറിഞ്ഞു. കാരണം ഇവിടെ ഒരു പഠിക്കുന്നത് പോലല്ല, ജസ്റ്റ് ലൈക്ക് വർക്കിംഗ് പോലെ വർക്ക്ഷോപ്സ് ആയിക്കോട്ടെ. ഇപ്പൊ ഇവർക്ക് പ്ലേസ്മെന്റ് വരുമ്പം അവർക്ക് ആഗ്രഹം ഇന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവിടേക്ക് അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക. കൂടാണ്ട് ഈ ക്യാമ്പസിന് 2 രാജ്യങ്ങൾ, അതായത് ജർമ്മനി പിന്നെ മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലുമായിട്ട് കോളേജസുമായിട്ട് ടൈപ്പ് ഉള്ളത് കാരണം ഇവർക്ക് വേണമെങ്കിൽ ഫോറിൻ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസിൽ അവർക്ക് പങ്കെടുക്കും. കാര്യം ഫസ്റ്റ് ഇയറിന് ശേഷം വേണമെങ്കിൽ അങ്ങോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. സെയിം ഫീസിൽ തന്നെ, സെപ്പറേറ്റ് പൈസ ഒന്നും എടുക്കും. വെറും ട്രാവലിങ്ങും അവിടുത്തെ അക്കോമഡേഷനും മാത്രം നോക്കിയാൽ മതി. പിന്നെയുള്ള മറ്റൊരു മേജർ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും ഒരു നോർമലി ഉള്ള കോളേജ് പോലെയല്ല, ഒരു ബി സ്കൂൾ പോലെയല്ല. ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും കുട്ടികൾക്ക് പഠിക്കാം. ഇതൊരു ഫുള്ളി അവരുടെ ഒരു വീട് പോലെ ആ ഒരു ഫീൽഡിലാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്ന കുട്ടികൾ പറഞ്ഞത്. അതുപോലെ എല്ലാ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓൺട്രപ്രണേഴ്സും അതുപോലെ തന്നെ ഓരോ കമ്പനിയുടെ CEOs ഒക്കെയാണ് ഇവരെ ക്ലാസ് പഠിപ്പിക്കുന്നത്. അതെ, മിനിമം ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവരെ IIM പഠിച്ച് അതാണ് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അവർ വെച്ചേക്കുന്നത്. അത്ര ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് ആണ് ഇവരെ പഠിപ്പിക്കുന്നത്. പിന്നുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ജോലി ഉറപ്പാണ്. അതിനകത്തില് യാതൊരില്ല. കാര്യം ഇപ്പൊ ഇവർക്ക് നമ്മൾ അവര് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയതും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടുത്ത് സംസാരിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതെ, എക്സാക്ട്ലി. നിങ്ങൾക്കൊരു ജോബ്, അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ഇന്ത്യയിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിനെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്തോട്ടൊരു കോഴ്സ് എടുക്കാൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. കാര്യം മൈസൂർ എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. അവിടെ തന്നെയാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പസിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാമ്പസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ അടിപൊളി ഒരു ക്യാമ്പസിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.